ഡെലിവറിയുടെ ഡേറ്റും കിട്ടി, നാളെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവും വേണം. പക്ഷേ ഇതുവരെ എനിക്കൊരു അനക്കവും വെച്ചിട്ടില്ലായിരുന്നു. ഒരു സാധനവും ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഇടാനും ഒരു സാധനം ഇല്ലായിരുന്നു. ബേബിക്കുള്ള സാധനം മേടിക്കണമായിരുന്നു, എല്ലാം മേടിക്കണമായിരുന്നു. ഞാൻ എന്തിനാ ഇത്രയും ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നേരത്തെ എല്ലാം 8 മാസം ആകുമ്പോഴത്തേക്ക് ഞാൻ മുൻകൂട്ടി വാങ്ങി വെച്ചായിരുന്നു. ഇത് 9 മാസമായിട്ടും ഡേറ്റ് കിട്ടിയിട്ടും ഇന്നാണ് എനിക്ക് പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്ത് ഞാൻ അങ്ങ് ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് നൈറ്റി മേടിക്കണമായിരുന്നു, തോർത്ത്, ബെഡ്ഷീറ്റ്, അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള എല്ലാ അല്ലറ സാധനങ്ങളും മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നാക്കി നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഓൺലൈനിൽ നിന്ന് ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനിയും കൂടുതലും വാങ്ങാൻ നേരിട്ട് നമ്മൾ കടയിൽ പോയി വാങ്ങേണ്ട സാധനങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ചപ്പലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് മേടിക്കുമ്പോൾ പിള്ളേർ 2 ദിവസം എങ്ങനെയായാലും ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അവർക്കുള്ളതും കൂടെ വീട്ടിലിടുന്നേ കൂട്ടി ഡ്രസ്സ് 3-4 എണ്ണം സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മളതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഫാൻസിയിലോട്ട് പോയി. ഫാൻസിയിൽ നിന്നും കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ച് നമ്മളിതാ ലാസ്റ്റ് ചേട്ടാ ഈ കാവടി തുള്ളിയാണ് തിരിച്ചു വരുന്നത്. നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചായയും കുടിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നേ.